ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അടുത്തിടെയാണ് പ്രധാനപ്പെട്ട ചലച്ചിത്ര പുരസ്കാരമായിട്ടുള്ള ഓസ്കാർ അവാർഡുകൾ അല്ലെങ്കിൽ അക്കാഡമി അവാർഡ്സ് എന്നറിയപ്പെടുന്ന ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിൽ ആ ഒരു ഓസ്കാർ അവാർഡിനെ കുറിച്ച് പലപ്പോഴും PSC പരീക്ഷകളിൽ കറണ്ട് അഫെയർസ് ആസ്പെക്റ്റിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറണ്ട് അഫെയർസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയയാണ് ഓസ്കാർ അവാർഡുകൾ എന്ന് പറയുന്നത്. 2025 നൽകിയത് 97ാമത് ഓസ്കാർ അവാർഡ് പുരസ്കാരമാണ്. അതിൽ ഷോർട്ട് ഫിലിം ലൈവ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അനുജ എന്ന് പറയുന്ന ഇന്ത്യൻ ചിത്രം മത്സരിച്ചിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് അവാർഡൊന്നും ലഭിച്ചില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാറ്റഗറി മികച്ച നടൻ, നടി, മികച്ച സംവിധാനം എന്നൊക്കെ തുടങ്ങിയ കാറ്റഗറിയിൽ ആരൊക്കെയാണ് അവാർഡുകൾ നേടിയത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വരുന്ന ഏത് ലെവൽ പരീക്ഷയാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയ ഒരു കറണ്ട് അഫെയർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. 97ാമത് ഓസ്കാർ അവാർഡിലേക്ക് വരുന്ന സമയത്ത് അതിൽ പറയാനുള്ളത് അനോറ എന്ന് പറയുന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ നേട്ടം. മികച്ച തിരക്കഥ അടക്കമുള്ള മികച്ച നടി, അതുപോലെ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കാറ്റഗറിയിലെല്ലാം അവാർഡ് നേടിയ 97ാമത് ഓസ്കാർ ദാന ചടങ്ങിൽ മികച്ചു നിന്ന ചിത്രമാണ് സീൻ ബേക്കറിന്റെ അനോറ എന്ന് പറയുന്ന ചിത്രം. കഴിഞ്ഞ ഓസ്കാർ അവാർഡാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിച്ച സിനിമയായിരുന്നു ക്രിസ്റ്റഫർ നോളന്റെ ദി ഓപ്പൺഹൈമർ എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ 97ാമത് ഓസ്കാർ അവാർഡിൽ ഏറ്റവും മികച്ചു നിന്ന ചിത്രമായിരുന്നു അനോറ എന്ന് പറയുന്നത്. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടി തുടങ്ങിയ കാറ്റഗറിയിലെല്ലാം ഈ അനോറ പുരസ്കാരങ്ങൾ കൈവരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം, മികച്ച ചിത്രം ഏതാണ്? അനോറയാണ്. മികച്ച ചിത്രം ഏതാണ്? അനോറയാണ്. സംവിധായകൻ ആരാണ്? സീൻ ബേക്കർ. അദ്ദേഹത്തിന് മികച്ച സംവിധായകൻ, ഈ അനോറയുടെ സംവിധായകനായിട്ടുള്ള സീൻ ബേക്കറിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മികച്ച നടി മൈക്കി മാഡിസൺ. മികച്ച നടി ആരാണ്? മൈക്കി മാഡിസൺ ആണ്. ചിത്രം അനോറയാണ്. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി. ഓക്കെ, ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം അഡ്രിയാൻ ബ്രോഡി നേടിയപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയാക്കപ്പെട്ട വ്യക്തിയാണ്. ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അഡ്രിയൻ ബ്രോഡിക്ക് എന്ത് ലഭിക്കുന്നത്? ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത്. 2003 അദ്ദേഹത്തിന് ഇതിനു മുൻപ് ഓസ്കാർ ലഭിച്ചത്. അദ്ദേഹത്തിന് രണ്ടാമത്തെ ഓസ്കാർ ആണ്. ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഓസ്കാർ പുരസ്കാരം അദ്ദേഹത്തിന് തേടിയെത്തുകയാണ്. 2003 ഇതിനു മുൻപ് അഡ്രിയാൻ ബ്രോഡിക്ക് എന്ത് ലഭിച്ചത്? ഓസ്കാർ ലഭിച്ചത്. അതിനുശേഷം 2025 മികച്ച നടനുള്ള പുരസ്കാരം അഡ്രിയാൻ ബ്രോഡിക്ക് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് ലഭിക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ മികച്ച സംവിധായകൻ അനോറയുടെ സംവിധായകനായിട്ടുള്ള സീൻ ബേക്കർ ആണ് ഇത്തവണത്തെ ഓസ്കാർ ചടങ്ങിലെ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട 4 കാറ്റഗറിയാണ്, എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള 4 കാറ്റഗറിയാണ്. മികച്ച ചിത്രം അനോറ, മികച്ച നടൻ അത് അഡ്രിയാൻ ബ്രോഡിയാണ്, മികച്ച നടി മൈക്കി മാഡിസൺ ചിത്രം അനോറയാണ്. അതുപോലെ അഡ്രിയാൻ ബ്രോഡിയുടെ ചിത്രം എന്ന് പറയുന്നത് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രമാണ്. മികച്ച സംവിധായകൻ സീൻ ബേക്കർ ആണ്. ചിത്രം അനോറ. ഇനി മികച്ച സഹനടി, ഇത് ജസ്റ്റ് ആസ് ഒരു കാറ്റഗറി എന്ന രീതിയിൽ പറയുവാണ്, നിങ്ങൾ അത്രത്തോളം ഫോക്കസ് ചെയ്യണമെന്നില്ല. അപ്പൊ മികച്ച സഹനടി ആരാണ്? സോയി സാൽഡാന ചിത്രം എമിലിയ പെരസ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് സോയി സാൽഡാന മികച്ച സഹനടിയായിട്ട് മാറുകയാണ്. അതുപോലെ മികച്ച സഹനടൻ ആരാണ്? കീറൻ കൾക്കിൻ ചിത്രം എന്താണ്? ദി റിയൽ പെയിൻ എന്ന് പറയുന്ന ചിത്രമാണ്. ഓക്കെ, മികച്ച സഹനടൻ ഏതാണ്? കീറൻ കൾക്കിൻ ദി റിയൽ പെയിൻ എന്ന് പറയുന്ന ചിത്രം. ഓക്കെ, സോ മികച്ച സഹനടി സോയി സാൽഡാന, ചിത്രം എമിലിയ പെരസ്. മികച്ച സഹനടൻ കീറൻ കൾക്കിൻ, ചിത്രം ദി റിയൽ പെയിൻ എന്ന് പറയുന്ന ചിത്രം. ഓക്കെ ആണല്ലോ. അപ്പോൾ മികച്ച സഹനടനും സഹനടിയൊന്നും അധികം ചോദിക്കാറില്ല, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇനി മികച്ച വിദേശ ഭാഷാ ചിത്രം, മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം, ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം. നമ്മുടെ ഇന്ത്യയിലേക്ക് ഓസ്കാറിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞു പലപ്പോഴും നമ്മൾ ന്യൂസിൽ കേൾക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഇത്തവണത്തെ ഇന്ത്യയുടെ ഓസ്കാറിലേക്കുള്ള ഒഫീഷ്യൽ എൻട്രി എന്ന് പറയുന്നത് ലപ്പാട്ട ലേഡീസ് എന്ന് പറയുന്ന ചിത്രമായിരുന്നു അല്ലെ.
അപ്പോൾ ആ ചിത്രമെല്ലാം മത്സരിച്ച കാറ്റഗറിയാണ് മികച്ച വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്നത്. സോ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ചിത്രമാണ്. ഓക്കെ, ബ്രസീലിയൻ ചിത്രമാണ് ഇത്തവണത്തെ ഓസ്കാറിൽ മികച്ച വിദേശ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്. ഓക്കെ, ഒരു ബ്രസീലിയൻ ചിത്രമാണ്. പോർച്ചുഗീസ് ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയിട്ടുള്ള ബ്രസീലിയൻ ചിത്രമാണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന മികച്ച വിദേശ ഭാഷാ ചിത്രം ലഭിച്ച സിനിമ. അതുപോലെ മികച്ച ഷോർട്ട് ഫിലിം ഏതാണ്? ഐ ആം നോട്ട് റോബോട്ട്. അതായത് മികച്ച ഷോർട്ട് ഫിലിം ലൈവ് ആക്ഷൻ വിഭാഗത്തിൽ മികച്ച ഷോർട്ട് ഫിലിം ആയിട്ട് സെലക്ട് ചെയ്തത് ഐ ആം നോട്ട് റോബോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഷോർട്ട് ഫിലിമായ അനുജ, ആദം ജെ ഗ്രേവ്സ് ആണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അനുജ എന്ന് പറയുന്ന ചിത്രം ഈ ഒരു കാറ്റഗറിയിൽ മത്സരിച്ചിരുന്നു, പക്ഷേ അവാർഡ് ലഭിച്ചില്ല. മികച്ച ഷോർട്ട് ഫിലിമായിട്ട് ലൈവ് ആക്ഷൻ വിഭാഗത്തിൽ ഐ ആം നോട്ട് റോബോട്ട് എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യൻ ചിത്രമായിട്ടുള്ള അനുജ ഈ കാറ്റഗറിയിൽ മത്സരിച്ചെങ്കിലും അവാർഡുകൾ ലഭിച്ചില്ല. അതിന്റെ സംവിധായകനാണ് ആദം ജെ ഗ്രേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട 2 കാറ്റഗറി: മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ, മികച്ച ഷോർട്ട് ഫിലിം ഐ ആം നോട്ട് റോബോട്ട് എന്ന് പറയുന്നത്. ഇനി മികച്ച ഡോക്യുമെന്ററി ചിത്രം. പലപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട 4 കാറ്റഗറി ഉണ്ടല്ലോ: മികച്ച ചിത്രം, മികച്ച വിദേശ ഭാഷാ ചിത്രം, അതുപോലെ മികച്ച സംവിധായകൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കാറ്റഗറി ഉണ്ടല്ലോ. അതൊക്കെ നോക്കി പോകുമ്പോഴും പലപ്പോഴും മികച്ച ഡോക്യുമെന്ററി എന്ന രീതിയിൽ പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഓസ്കാറിലെ മികച്ച ഡോക്യുമെന്ററി ചിത്രമായിട്ട് സെലക്ട് ചെയ്തത് ഏതാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇത്തവണ നോ അതർലാൻഡ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച ഡോക്യുമെന്ററി ചിത്രമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ മികച്ച ഡോക്യുമെന്ററി ചിത്രത്തിനുള്ള പുരസ്കാരം 97ാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ ലഭിച്ചത് നോ അതർലാൻഡ് എന്ന് പറയുന്ന ചിത്രത്തിനാണ്. അതുപോലെ മികച്ച ഒറിജിനൽ തിരക്കഥ, മികച്ച സ്ക്രീൻ പ്ലേ, അതിന് പുരസ്കാരം ലഭിച്ച ചിത്രമാണ് അനോറ. നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് പ്രധാനപ്പെട്ട അവാർഡുകൾ: മികച്ച തിരക്കഥ, മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടി, അതുപോലെ 5ഓളം പുരസ്കാരങ്ങളാണ് അനോറ 97ാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ നേടിയത്. ഈ ഒരു ഓസ്കാർ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ മികച്ചതായിട്ട് നിറഞ്ഞു നിന്ന ചിത്രമായിരുന്നു സീൻ ബേക്കറിന്റെ അനോറ എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ അതിന്റെ കാറ്റഗറികളും അവാർഡ് ജേതാക്കളും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഫ്ലോ ആണ്. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമാണ്, മികച്ച ആനിമേഷൻ മൂവി എന്നറിയപ്പെടുന്നതല്ല, ആ ഒരു അവാർഡ് ലഭിച്ചത് ഫ്ലോ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. ഇനി ഈ വർഷത്തെ ഓസ്കാറിന്റെ അവതാരകൻ കോനൻ ഒബ്രിയാന എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം, വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. കോനൻ ഒബ്രിയാനയായിരുന്നു ഇത്തവണത്തെ ഓസ്കാറിന്റെ അവതാരകൻ. ഇവിടെ മികച്ച ഡോക്യുമെന്ററി ചിത്രം ഏതാണ്? നോ അതർലാൻഡ് ആണ്. മികച്ച ആനിമേഷൻ മൂവി ഏതാണ്? ഫ്ലോ എന്ന് പറയുന്ന ചിത്രമാണ്. ഓക്കെ ആണല്ലോ. പ്രധാനപ്പെട്ട ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇതെല്ലാം കൂടി നിങ്ങൾ പഠിക്കണം എന്നില്ല. ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാറ്റഗറി മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ നമ്മുടെ വരാനിരിക്കുന്ന ഇപ്പോൾ KS വിജ്ഞാപനം വന്നു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് മറക്കരുത്. അതിൻ്റെ ആദ്യ ഫേസിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു അല്ലേ? മെയ് 24 ആദ്യ പ്രിലിംസ് പരീക്ഷ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ആ ഒരു പ്രിലിംസ് എന്ന് പറയുന്ന കടമ്പ നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ആ മെയിൻസ് എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. സോ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു ചാമ്പ്യൻസ് ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച്, 60 ഡേ ക്രാഷ് ബാച്ച്, പ്രധാനപ്പെട്ട PYQs എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയാസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ചാമ്പ്യൻസ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്, മെന്റർഷിപ്പ് ഉണ്ടാവും, പിന്നെ ക്ലാസ്സിൻ്റെ നോട്ട് അവൈലബിൾ ആണ്. ഇനി റെക്കോർഡ് ക്ലാസ് അനുസരിച്ചിട്ടുള്ള അതിൻ്റെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റിവ്യൂ ക്ലാസ് അവൈലബിൾ ആണ്. ഇതെല്ലാം കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്യുക. സോ നമ്മൾ ഈ ക്ലാസ്സിൽ ഓസ്കാറിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. പ്രധാനപ്പെട്ട സെലക്റ്റീവ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഫോക്കസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് പഠിക്കുക, മറക്കാതിരിക്കാൻ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക. പ്രധാനപ്പെട്ട ഏരിയ ആണ്, മറന്നുപോയാൽ ചിലപ്പം ഒരു മാർക്കായിരിക്കാം നഷ്ടപ്പെടുക. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമായിട്ട് അത് ഫോക്കസ് ചെയ്തിട്ട് റിവിഷൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ പ്രധാനപ്പെട്ട ഓരോ കറണ്ട് അഫയേഴ്സും നിങ്ങളിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എത്തിക്കുന്നുണ്ട്. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിരന്തരം നമ്മുടെ ചാനലിൽ ലഭിക്കുന്ന വീഡിയോസ്, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏത് ടോപ്പിക് ആയാലും അത് നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന്റെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.